കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ച് പിരിയുമ്പോൾ കേരള യാത്രയുടെ അവസാന സമയത്ത് ശ്രീ രമേശ് ചെന്നിത്തലയോട് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം പറഞ്ഞിരുന്നു, ഇനി മന്ത്രിയായതിനു ശേഷം കാണാം എന്ന്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യ അഭിമുഖം ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിക്കൊണ്ട് രമേശ് ചെന്നിത്തല വാക്കുപാലിച്ചിരിക്കുന്നു. ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ശ്രീ രമേശ് ചെന്നിത്തല. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു, വകുപ്പുകൾ പ്രഖ്യാപിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അല്പസമയം മുമ്പ് താങ്കൾ പറഞ്ഞു. വകുപ്പുകൾ തീരുമാനമായോ? മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എന്നോട് വകുപ്പുകൾ ഏതാണെന്ന് പറഞ്ഞു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഹോമും ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ആണ് എനിക്ക് നൽകുന്നത്. ഗവർണർക്ക് ഇപ്പോൾ തന്നെ അദ്ദേഹം അത് കത്ത് കൊടുത്തയക്കുന്നുണ്ട്. ഇന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് താങ്കൾ ഇപ്പോൾ പെട്ടെന്ന് മന്ത്രിസഭയിലേക്ക് വന്നത് എന്ന് വാർത്തകൾ പറയുന്നു. പെട്ടെന്ന് എന്താണ് താങ്കളെ അങ്ങോട്ട് സോണിയാഗാന്ധി വിളിപ്പിക്കുകയാണോ ഉണ്ടായത്? ഞാൻ കണ്ണൂരിൽ തില്ലങ്കേരിയിൽ കോൺഗ്രസ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സോണിയാജിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് ഫോൺ വരുന്നു, ഡൽഹിയിലേക്ക് ചെല്ലണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ അവിടെ നിന്ന് കോഴിക്കോട് വന്ന് ജനശതാബ്ദി രാജധാനി എക്സ്പ്രസ്സിൽ കൊച്ചിയിലെത്തി ഡൽഹിക്ക് പോവുകയാണ് ഉണ്ടായത്. ഡൽഹി ചെന്ന് സോണിയാജിയെ കണ്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഈ നിർദ്ദേശം നൽകിയത്. മന്ത്രിസഭയിലേക്ക് ചേരണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെടുമായിരുന്നു. മന്ത്രിസഭയിലേക്ക് ചേരണം എന്ന് തന്നെ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിനെന്തെങ്കിലും കാരണം പറഞ്ഞു? അല്ല, കുറേ നാളുകളായിട്ട് കഴിഞ്ഞ ഈ ഗവൺമെൻറ് രൂപീകരിച്ച സമയത്ത് തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് എന്നോട് മന്ത്രിസഭയിൽ ചേരണമെന്ന് പറഞ്ഞതാണ്. അന്ന് ഉണ്ടായ ചില പ്രശ്നങ്ങളുകൊണ്ട് ഞാൻ അന്ന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾ അങ്ങനെ ധിക്കരിക്കാൻ പാടുള്ളതല്ല. അതാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം. അതുകൊണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ കൂടി മന്ത്രിസഭയിൽ വരുന്നത് ആവശ്യമാണ് എന്നുള്ള ചിന്തയാകാം ഒരുപക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നതിന് നിഷേധിക്കുന്നത് അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ ചെയ്യുന്ന ശരിയായ നടപടിയല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുൻ നിലപാടുകൾ മാറ്റിക്കൊണ്ട് മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചു. പക്ഷെ 3-4 പ്രാവശ്യം താങ്കളുടെ ഈ മന്ത്രിസഭാ പ്രവേശനം ചർച്ചയായതാണ്. താങ്കൾ ആഗ്രഹിച്ചും അല്ലാതെയും എല്ലാം ചർച്ച വന്നതാണ്. ഏറ്റവും ഒടുവിൽ ദില്ലിയിൽ സോണിയാഗാന്ധിയെ കണ്ടിറങ്ങിയതിനു ശേഷം താങ്കൾ നടത്തിയ പ്രഖ്യാപനം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് ഇനി ഞാനില്ല എന്നാണ്. അന്ന് ഈ ഹൈക്കമാൻഡും പാർട്ടി നിർദ്ദേശവും ഒന്നും താങ്കൾ ചിന്തിച്ചില്ലേ? അല്ല, അന്ന് എന്നോട് ചേരണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ലായിരുന്നു. അന്നൊരു ചർച്ച നടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ചർച്ചയുടെ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം കോൺഗ്രസ് തന്നെ ദേശീയ തലത്തിൽ ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന സന്ദർഭമാണ്. 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് പരാജയം ഉണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനത്തെയും ഞാൻ അത് വേണ്ട എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തകനെന്ന നിലയിൽ ശരിയാണ് എന്നെനിക്ക് തോന്നിയില്ല. എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞത് അത് അംഗീകരിക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സത്യമാണ്, ഞാൻ അംഗീകരിക്കുന്നു, ജനങ്ങളുടെ സമക്ഷം ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കോൺഗ്രസ് പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്കതിന് ഉത്തരവാദിത്വമുണ്ട്. കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് എനിക്ക് നെഹ്റു കുടുംബവുമായിട്ടുള്ള ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് നിഷേധിക്കുന്ന ഒരിക്കലും ശരി തന്നെയല്ല. അതുകൊണ്ട് മാത്രമല്ല, ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ചുമതലയാണ് ഹൈക്കമാൻഡ് ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കാവുള്ളൂ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ഇത് നോക്കുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാനും വിജയത്തിലേക്ക് കൊണ്ടുപോകാനും നല്ലത് KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നതല്ലേ? KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ 9 വർഷക്കാലമായി പ്രവർത്തിക്കുകയാണ്. ഞാൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടില്ല. ശ്രീ K കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ വിട്ടുപോയ ഒരു കാലഘട്ടത്തിലാണ് എന്നെ KPCC പ്രസിഡന്റ് ആകുന്നത്. അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഒരു സമയത്ത് എന്നോട് ആവശ്യപ്പെട്ടതാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു KPCC പ്രസിഡന്റ്, അല്ലെങ്കിൽ അത് കള്ളമാണ് പറയുന്നത്. ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ എന്നെ ഈ ചുമതല ഏൽപ്പിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കേരളത്തിലെ പാർട്ടി നേതൃത്വവും കേന്ദ്രത്തിലെ പാർട്ടി നേതൃത്വവും കൂടി ആലോചിച്ചാണ് എന്നെ ഈ ചുമതലയിലേക്ക് ഏൽപ്പിക്കുന്നത്. ഞാൻ 20 വർഷക്കാലം ഡൽഹിയിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് മുതൽ കഴിഞ്ഞ 9 വർഷക്കാലം, ഒരുപക്ഷെ കേരളത്തിലെ KPCCയുടെ ചരിത്രത്തിൽ 9 വർഷക്കാലം തുടർച്ചയായി പ്രസിഡൻ്റായിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ ജയിച്ചത്.
അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വാതുക്കെ നിൽക്കുമ്പോൾ വീണ്ടും ജയസാധ്യതയുള്ള ഒരു പ്രസിഡന്റ് ജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രസിഡന്റ് അല്ലേ പാർട്ടിക്ക് ആവശ്യം? അല്ല, അതിനകത്ത് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് സംഘടനാപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ. അപ്പോൾ രാഷ്ട്രീയമായി ഞാൻ കൂടി ഗവൺമെന്റിൽ ചേരേണ്ടത് ആവശ്യമാണെന്നുള്ള ഹൈക്കമാൻഡിന്റെ ചിന്തയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത? ശ്രീ രമേശ് ചെന്നിത്തല പാർട്ടിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ചേരാതെ MLA ആയിട്ട് തുടരുമ്പോൾ അത് പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്ക് കൂട്ടും, അല്ലെങ്കിൽ താങ്കൾ ഒരു പ്രശ്നക്കാരനാണെന്നൊരു തോന്നലുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനൊരു പ്രശ്നക്കാരനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾക്കല്ല, കേരളത്തിലെ ജനങ്ങൾക്കുമില്ല. കാരണം ഞാൻ നിയമസഭയിലേക്ക് മത്സരിച്ചു, പക്ഷേ എനിക്കൊരു സ്ഥാനത്തിന് വേണ്ടി ഞാനൊരു കലഹമുണ്ടാക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. 27 വർഷം മുമ്പാണ് ശ്രീ കെ കരുണാകരൻ്റെ ഗവൺമെൻറ്റിൽ രാജീവ് ഗാന്ധി കൂടി അറിഞ്ഞ് എന്നെ മന്ത്രിയാക്കുന്നത്. അടുത്തൊരു 27 വർഷം കഴിഞ്ഞാണ് ഞാൻ മന്ത്രിയാവുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ കുഴപ്പമുണ്ടാക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2-3 തവണയായി എൻ്റെ പേര് വരികയും ചർച്ച ചെയ്യപ്പെടുകയും അവസാനം നടക്കാതെ പോവുകയും ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ പേരിൽ പാർട്ടിക്കകത്ത് കലാപമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് ശരിയല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. താങ്കളെ MLA ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ, നിയമസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വിലാസ്റാവു ദേശ്മുഖ് NSS നേതൃത്വവുമായിട്ട് നേരത്തെ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ പുറത്താണ് എന്നും ഈ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് താങ്കളെ അർഹമായ ഒരു സ്ഥാനത്തോടു കൂടി മന്ത്രിസഭയിൽ കയറ്റുമെന്നൊരു ധാരണ അന്നുണ്ടായിരുന്നു എന്നും NSS ജനറൽ സെക്രട്ടറി അടുത്തിടയ്ക്ക് വെളിപ്പെടുത്തിയിരുന്നു. ആ വെളിപ്പെടുത്തൽ ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിൽ കേന്ദ്രത്തിലെ ഒരുപാട് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അപ്പം താങ്കൾക്ക് അറിയാമായിരുന്നു മന്ത്രിസഭയിലേക്ക് വരാൻ കൂടി വേണ്ടിയാണ് താങ്കൾ മത്സരിക്കുന്നതെന്ന്. എന്നിട്ട് താങ്കൾ മന്ത്രിസഭയിൽ ചേർന്നില്ല തുടക്കത്തിൽ. ഇപ്പോൾ താങ്കൾ ചേർന്നു, താങ്കൾക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടിയിരിക്കുന്നു. അന്ന് ആഭ്യന്തര വകുപ്പ് കിട്ടാത്തത് കൊണ്ടാണോ താങ്കൾ ചേരാതിരുന്നത്? ഒരിക്കലുമല്ല. ഞാൻ പഴയ കാര്യങ്ങളിലെ പോസ്റ്റ്മോർട്ടത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഏതായാലും ശരി, പാർട്ടി നേതൃത്വം ഇപ്പോൾ എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാട്ട് എവർ ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. അതിലൊരു പോസ്റ്റ്മോർട്ടം നടത്തി നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാണ്? പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ താക്കോൽ സ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഇത് വളരെ ഭാരിച്ച ഒരു ചുമതല തന്നെയാണ്. കേരളത്തിലെ ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. തന്നെയുമല്ല, കേരളത്തിലെ പോലീസ് സേന ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സേനകളിലൊന്നാണ്. ആ പോലീസ് സേനയെ കൂടുതൽ ജനസൗഹൃദ സേനയാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. തന്നെ അടിസ്ഥാനപരമായ മാറ്റം. പോലീസ് സേന കർമ്മശേഷിയുള്ള കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഏത് വകുപ്പിലുള്ളതുപോലെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ച് കരുത്തുള്ള ഒരു സേനയാക്കി മാറ്റുക. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുക. ജനങ്ങൾക്ക് ഭയാശങ്ക കൂടാതെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇത് ഇന്ന് ഇന്ത്യയിലൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിർഭയമായി കേരളത്തിലെ ഓരോ സ്ത്രീക്കും കേരളത്തിൽ സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് പോലീസിൻ്റെ ചുമതലയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കുക പോലീസിൻ്റെ ചുമതലയാണ്. കുട്ടികൾക്കെതിരായിട്ടുള്ള ചൂഷണം അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും ഒരു സാമൂഹ്യമായ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നത്. ഒറ്റയടിക്ക് ഇതെല്ലാം നിറവേറ്റിക്കളയാം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ അതിന് ആവശ്യമായ നിലയിൽ പോലീസ് സേനയിൽ ഫലപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും കേരളത്തിലെ പോലീസ് സേനയ്ക്ക് കൂടുതൽ നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ പ്രവർത്തിക്കുവാനും കരുത്തോടുകൂടി മുന്നോട്ട് പോകാനും കഴിയത്തക്ക ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പകരം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിലേക്ക് വന്നാൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ ആകെ വല്ലാതെ മെച്ചപ്പെടുമോ? അത് വിലയിരുത്തേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകതയുള്ളതെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ പാർട്ടി ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് എന്ത് വകുപ്പ് കൈകാര്യം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഗവൺമെൻറ് ചേരണമെന്ന് ഹൈക്കമാൻഡ് പറയുമ്പോൾ സ്വാഭാവികമായി KPCCയുടെ പ്രസിഡൻ്റായി 9 വർഷം ഇരിക്കുന്ന ഒരാൾക്ക് ഏതായാലും പഴയതുപോലെ എനിക്ക് ഗ്രാമവികസനം തരാൻ കഴിയില്ലല്ലോ. ഏതായാലും അപ്പോൾ എനിക്ക് ഇന്ന് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് ഹോം ഡിപ്പാർട്ട്മെൻറ്റാണ് തരുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പ് എന്നെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ എളിയ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും അക്രമികളും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ചുമതലയാണ്. അത് നിറവേറ്റുക. മന്ത്രിസഭയിൽ രണ്ടാമനായോ? എന്നൊന്നുമല്ല, അങ്ങനെ 2-3 ഒന്നുമില്ല മന്ത്രിസഭയിൽ.
മുഖ്യമന്ത്രിക്ക് ഒരാവശ്യത്തിന് മാറി നിൽക്കേണ്ടി വന്നാൽ ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കുമോ അതോ വേറെ ആരെങ്കിലും സീനിയർ ആളുകളുണ്ട്? ക്യാബിനറ്റ് സിസ്റ്റത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ് മന്ത്രിമാർ. രണ്ടാമൻ മൂന്നാമൻ സ്ഥാനം അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ കേട്ടിരുന്നു നേരത്തെ. അല്ല, അങ്ങനെ ഇല്ല. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റിൽ ഓൾ ആർ ഈക്വൽസ്. തിരിച്ച് വിലാസ്റാവു ദേശ്മുഖിനെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ NSSുമായിട്ട് അങ്ങനെ ഒരു ധാരണ കോൺഗ്രസ് നേരത്തെ ഉണ്ടാക്കിയിരുന്നു. താങ്കളുടെ അറിവ്? ഞാൻ അതിനൊന്നും ഇപ്പം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതെല്ലാം ഒരു കഴിഞ്ഞ ഒരു കാര്യങ്ങൾ. ശരി, ഓക്കെ. അത് വിട്ടു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ 29-ാം വയസ്സിൽ ഗ്രാമവികസന 27-ാം വയസ്സിൽ ഗ്രാമവികസന മന്ത്രിയായി കെ കരുണാകരൻ മന്ത്രിസഭയിൽ വന്ന ചെറുപ്പകാലത്തിലെ മന്ത്രിയായ ഒരാൾ, ഒരുപാട് സ്ഥാനമാനങ്ങൾ വഹിച്ച ഒരാൾ, താങ്കൾ തന്നെ കുറച്ചു മുമ്പ് 1-2 വർഷം മുമ്പ് ഈ സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു, എന്നെ നായരായി ബ്രാൻഡ് ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നു എന്ന്. താങ്കളെ പോലെ മുതിർന്ന ഇത്രയും പരിചയമുള്ള ഒരു നേതാവിന് അത് പറയേണ്ടി വന്നു. ഒരു സമുദായത്തിന്റെ പേരിൽ കണക്കാക്കുന്നു. ഇപ്പോൾ താങ്കൾ മന്ത്രിസഭയിലേക്ക് വരുമ്പോഴും ഈ സമുദായ സന്തുലനം എന്നത് UDFന്റെയും ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസിന്റെയും എല്ലാം മുമ്പിലുള്ള സമസ്യയാണ്. എന്തുകൊണ്ട് ഇത് മാറുന്നില്ല? അല്ല, ഞാൻ പറഞ്ഞത് അന്നത് പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പല മാധ്യമങ്ങളും മാത്രം ഒരു പ്രചരണം നടത്തിയ സന്ദർഭത്തിലാണ്. അത് എന്നോടൊരു അനീതിയാണ് ചെയ്യുന്നത്. ഞാനൊരു സെക്കുലറാണ്. ഞാൻ തീർച്ചയായിട്ടും ഒരു മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളിനെ ബോധപൂർവമായി ചില വേഷങ്ങൾ കെട്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കത് വേദന ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അല്ലാണ്ട് അത് UDF ചെയ്ത അല്ല, അത് അത്തരമൊരു പ്രചരണം നടന്നപ്പോൾ അതെനിക്ക് വേദന ഉണ്ടായപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷേ സെക്യുലറായ എല്ലാ UDF നേതാക്കളും മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനിയും മുസ്ലിമും ഈഴവനും ഒക്കെ ആയി മാറുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അത് കാര്യം കോൺഗ്രസ് എപ്പോഴും ഒരു സോഷ്യൽ ബാലൻസ് പാലിക്കുന്ന പാർട്ടിയാണ്. മറ്റേ ഇപ്പോൾ CPMനോ ഇടതുപക്ഷം മുന്നണിക്കോ അത് അവർ പലപ്പോഴും ചെയ്യാറില്ല. അവർ കമ്മ്യൂണൽ ബാലൻസ് പാലിച്ചില്ലെങ്കിലും ആ മന്ത്രിസഭ 5 വർഷം നിലനിൽക്കുകയും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കമ്മ്യൂണൽ ബാലൻസ് മന്ത്രിസഭയിൽ പാലിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കൂ എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അത് ഇന്നും മുന്നേ ഒന്നും തുടങ്ങിയതല്ലല്ലോ. കോൺഗ്രസ് എപ്പോഴും അത് ആലോചിക്കുമ്പോൾ സമൂഹത്തിലെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല. ഞാനും ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നയിക്കുന്ന കാലത്ത് മാത്രമല്ല, അതിന് മുമ്പുള്ള കാലഘട്ടം എടുത്ത് നോക്കിയാലും അത്തരം സോഷ്യൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാറുള്ളൂ. അതാണ് കേരള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം പരിശോധിച്ചാൽ അത് ഗുണകരമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിലയിരുത്തൽ. ഈ 5ാം മന്ത്രിയുടെ പ്രശ്നം വന്ന സമയത്ത് വകുപ്പുകളിൽ ചെറിയ മാറ്റം ഉണ്ടാവുകയും തിരുവഞ്ചൂരിന്റെ വകുപ്പ് മാറ്റുകയൊക്കെ ചെയ്തപ്പോൾ താങ്കൾ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു വകുപ്പ് മാറ്റത്തിന്റെ കാര്യം മുഖ്യമന്ത്രി ചർച്ച ചെയ്തില്ലാന്ന്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മന്ത്രിസഭയിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ എന്ത് വകുപ്പോട് കൂടിയാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ചർച്ചയോ ധാരണയോ ഉണ്ടായിരുന്നോ? സത്യസന്ധമായിട്ട് പറയാം. ഗവർണർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞെന്ന് ഞാനിപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമല്ലേ ഞാൻ ചോദിച്ചാൽ അതിനു മുമ്പ്? സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പറഞ്ഞാൽ മതിയല്ലോ. ഈ വകുപ്പിനെ പറ്റി ഒരു ധാരണയും ഇല്ലാതെയാണ് വകുപ്പിനെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിന് മുമ്പ് എന്നോട് സംസാരിച്ചു. അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം താങ്കൾ മന്ത്രിയാവാൻ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് സമ്മതിക്കുമ്പോൾ ഏത് വകുപ്പാണ് എന്ന് താങ്കൾക്കൊരു സൂചനയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സത്യസന്ധമല്ല. അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം വ്യത്യാസമുണ്ട്. അന്ന് ഞാൻ KPCC പ്രസിഡന്റിനുള്ളതിൽ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ എന്നോട് ചർച്ച ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞത്. ഇതിപ്പോൾ എന്നെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് എന്നോട് ചർച്ച ചെയ്യണമെന്ന് ഞാൻ അത് പറയുന്നതിനകത്ത്. പക്ഷേ ഇതിനു മുമ്പ് മന്ത്രിസ്ഥാനത്തിലേക്ക് താങ്കളെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ താങ്കൾ വരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് താങ്കളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തവണ ഒന്നുമില്ലാതെ താങ്കൾ തിരിച്ചു വന്നെ ഇത്രയും നാളും അപ്പൊ താങ്കൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലേ? അല്ലല്ല, ഒരിക്കലും അല്ല. കോൺഗ്രസ് അധ്യക്ഷ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ കേൾക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ് മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ KPCC പ്രസിഡന്റിനെ മന്ത്രിസഭയിൽ ഏത് സ്ഥാനം കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ഹൈക്കമാൻഡുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. കാരണം ഇത് കേരളത്തിൽ അന്ന് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കേരളത്തിലെ തീരുമാനമാണ്. കേരളത്തിൽ ആണ് ഇത്. കോൺഗ്രസ് ഹൈക്കമാൻഡും മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ചകൾ നടത്തി. എന്തൊക്കെ ചർച്ച നടത്തിയെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാരുടെ അധികാരമാണ് വകുപ്പ് തീരുമാനിക്കാനുള്ളത്. ഹൈക്കമാൻഡ് അങ്ങനെ ഇടപെടാറുണ്ടോ എന്ന് എനിക്ക് ഏതായാലും ശരി, അതിൻ്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയൂ. സോണിയാഗാന്ധി എന്നോട് സംസാരിച്ചത് ഗവൺമെൻറ് ചേരണം എന്നുള്ള ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നത് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തലാണോ, തിരുവഞ്ചൂരിനെ വകുപ്പ് മാറ്റലാണോ, A ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് ആഭ്യന്തരം കളയലാണോ, അതോ എല്ലാം കൂടെ ചേർത്തൊരു പ്രതിച്ഛായ നന്നാക്കലാണോ? തീർച്ചയായിട്ടും UDFന്റെ പ്രതിച്ഛായ നന്നാക്കി 2014 തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ്. ഒരു സംശയവുമില്ല.
ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നേരത്തെ ഇടയ്ക്ക് വാർത്തകൾ വന്നിരുന്നത് ഉമ്മൻചാണ്ടിയും രമേശും രണ്ട് വഴിക്ക്. രമേശ് ചെന്നിത്തല തന്നെ സോണിയാഗാന്ധിയെ അറിയിച്ചു, ഉമ്മൻചാണ്ടിക്കും രമേശിന് ഒരു വഴിയില്ല എന്ന് അറിയിച്ചതായിട്ട് വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇടക്കാലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഒരു അവസ്ഥ പോലും കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ താങ്കൾ നിഷേധിച്ചോളൂ. ഇപ്പോൾ രണ്ടുപേരും ഒരേ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് കീഴിൽ മന്ത്രിയായി ഇരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് സംസാരിക്കാൻ പോകുന്നതെന്ന് അല്ല, ഞങ്ങൾ തമ്മിൽ ടോക്കിംഗ് ടൈംസ് അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു, അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങി ഞങ്ങൾ ഒരുമിച്ച് പോകണം എന്നുള്ള ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം ഞാൻ ശിരസ വഹിക്കുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഗ്രൂപ്പിൻ്റെ പേരിലായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ കുറേ കാലം അത് സ്വാഭാവികമായിട്ട് കോൺഗ്രസിനകത്ത് പഴയ കാലത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ള സത്യമാണ്, ഞാൻ സത്യം മറച്ചു വെക്കുന്നില്ല. പക്ഷേ അപ്പോഴും പാർട്ടിയുടെ യൂണിറ്റി അല്ലെങ്കിൽ പാർട്ടിയുടെ ഐക്യം, പാർട്ടി ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പിന്തുണ, അതിലൊന്നും ഒരു കുറവും വന്നിട്ടില്ല. അതിൽ ഞാൻ പരസ്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റും ഗവൺമെൻറ്റിനെതിരായി ഞാൻ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഗവൺമെൻറ് എല്ലാ നയങ്ങളെയും പൂർണ്ണമായി പിന്തുണച്ചാൽ പോകുന്നത്. കാരണം ഒരു മിനിറ്റ്, ആ ഒരു സിസ്റ്റം മാറിയിരിക്കും. 4 പതിറ്റാണ്ട് കാലം കേരളത്തിലെ കോൺഗ്രസിനകത്ത് ശ്രീ കെ എ കരുണാകരൻ, ശ്രീ എ കെ ആന്റണി ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന അതിശക്തമായൊരു ഗ്രൂപ്പിൻ്റെ കാലം ഉണ്ടായിരുന്നു. ഇന്നും ഗ്രൂപ്പിലൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തീഷ്ണതയോടുകൂടിയുള്ള ഗ്രൂപ്പ് പ്രവർത്തനം കൊണ്ടുപോകരുതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 2 പേർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് പുതിയ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ പാർട്ടിയും പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ഗവൺമെൻറ്റും വരാത്ത ഒരു അന്തരീക്ഷം കഴിഞ്ഞ 2.5 വർഷക്കാലമായി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടപ്പോഴും ഞങ്ങൾ പാലിച്ചു പോന്നിരുന്നു. അത് നാളെയാണെങ്കിലും പാർട്ടിയും ഗവൺമെൻറ്റും ഒരുമിച്ച് തന്നെ പോകണം. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് നമ്മൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷേ ഇത്രയും പാർട്ടി താങ്കൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സർക്കാരിന് ഇത്ര അധികം പിന്തുണ നൽകിയ ഒരു KPCC പ്രസിഡന്റ് വേറെ ഉണ്ടാവില്ല എന്ന്. ഗ്രൂപ്പ് വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് എപ്പോഴും സർക്കാരിനെ പിന്തുണച്ച ഒരു KPCC പ്രസിഡന്റാണ് താങ്കൾ. അതിനുള്ള മര്യാദ താങ്കൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചുമതല എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സൃഷ്ടിയാണ് ഗവൺമെൻറ്. പാർട്ടിയുടെ സൃഷ്ടിയാണ് ഗവൺമെൻറ് എന്നുള്ളത് കൊണ്ട് ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു സൃഷ്ടിയായ ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ചുമതല. അത് പാർട്ടി ഉണ്ടാക്കിയ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ കൺസെപ്റ്റ് വിശ്വസിക്കുന്ന ഒരാളല്ല. തീർച്ചയായും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാം. പക്ഷേ അത് ജനങ്ങളുടെ മുമ്പിൽ തമ്മിലുള്ള വഴക്കും ബഹളവും പ്രശ്നങ്ങളും ഉണ്ടാക്കി അതുകൊണ്ട് കോൺഗ്രസ് UDFനും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ജനമധ്യത്തിൽ ഗ്രാഫ് താഴോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള കാര്യത്തിൽ വളരെ നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ എന്നിട്ട് കേരള യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നു. ജനകീയ പ്രശ്നങ്ങൾ, നിവേദനങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അടുത്തറിഞ്ഞ് താങ്കൾ ഗാന്ധിഗ്രാം യാത്ര നടന്നു. ഒരുപാട് കാര്യങ്ങൾ, രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് കാസർഗോഡ് നിന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ തിരുവനന്തപുരത്ത് എത്തുന്നത്. AK ആന്റണി അടക്കമുള്ളവർ ആ സമാപനത്തിന് എത്തിയതാണ്. ആ യാത്രയുടെ മുഴുവൻ ശോഭയും കെടുത്തുന്ന വിധത്തിലായിരുന്നു താങ്കളുടെ മന്ത്രിസഭാ പ്രവേശനം സംബന്ധിച്ച വിവാദമുണ്ടായത്. ഫലത്തിൽ താങ്കളെ അപമാനിക്കലാണ് ഈ കാര്യങ്ങളിൽ അത്രയും ഈ ചർച്ചകളിൽ നടന്നത്. അപ്പൊ താങ്കൾക്ക് അങ്ങനെ തോന്നിയില്ലേ അങ്ങോട്ട് കൊടുത്ത മര്യാദ ഇങ്ങോട്ട് കിട്ടിയില്ല എന്ന്? അല്ല സിന്ധു, ഇതെല്ലാം പഴയ കാര്യങ്ങളാണ്. കരമനയാറ്റിലൂടെ ധാരാളം വെള്ളം ഒഴുകിപ്പോയി. നമുക്ക് പുതിയ കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. നമുക്ക് അതെല്ലാം അങ്ങനെ അങ്ങ് മറന്ന് ഇന്നൊരു വെള്ളക്കടലാസിൽ എഴുതിയ അങ്ങനെയല്ല. പാർട്ടി അതിനുശേഷം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പാർട്ടിയെ കൂടുതൽ തന്നെ ശക്തിപ്പെടുത്തി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഈ സോളാർ വന്നപ്പോഴും അതുപോലുള്ള എല്ലാ വിവാദങ്ങളും വന്നപ്പോഴും രണ്ടായി ഗ്രൂപ്പ് തിരിഞ്ഞ് വർത്തമാനം പറയുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരുപാട് അവസ്ഥ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും അടക്കം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അത് നിഷേധിക്കരുത്. ഇല്ല, സോളാർ ഇഷ്യൂനകത്തൊക്കെ വന്നപ്പോഴും എല്ലാ ഘട്ടങ്ങളിലും KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല, താങ്കൾ ഒരർത്ഥത്തിൽ വിശാലമായ ഐ ഗ്രൂപ്പിന്റെ നേതാവ് കൂടിയാണ്. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ സർക്കാരിനെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആഭ്യന്തര വകുപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ CPM-ഉമായി ഒത്തുതീർപ്പുണ്ടാക്കി എന്ന് പ്രധാനമായും പറഞ്ഞത് ഐ ഗ്രൂപ്പുകാരാണ്. അല്ല, ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊക്കെ ചർച്ചകളിലൂടെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനം. അത്ര അധികം ചർച്ചകൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി നടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല.
അത് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചല്ലല്ലോ ചർച്ച നടത്തുന്നത്. രഹസ്യമായി ചർച്ച നടത്തിയാലും അറിയുമെന്ന് താങ്കൾക്ക് അറിയാലോ. കാരണം സോണിയാഗാന്ധി വിളിപ്പിച്ച് താങ്കൾ അവിടെ ചെന്ന് കഴിഞ്ഞ് തിങ്കളാഴ്ച ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത കൊടുത്തു. ഒരു വാർത്ത പറഞ്ഞിട്ടില്ല, ഒരു വാർത്ത അങ്ങനെ പറയരുത്. ഒരു തിങ്കളാഴ്ച ചില അഭ്യൂഹങ്ങൾ വന്നല്ലാതെ ഈ സംഭവത്തിൽ കഴിഞ്ഞ 5-6 ദിവസക്കാലമായിട്ട് ഒരു മാധ്യമങ്ങൾക്ക് വാർത്ത വന്നില്ല എന്നുള്ളത് സത്യമാണ്, നിങ്ങൾ അംഗീകരിക്കണം. അല്ല, തിങ്കളാഴ്ച മുതൽ വാർത്തകൾ വന്നിരുന്നു, അഭ്യൂഹങ്ങളല്ല വാർത്തകൾ. ചർച്ചകൾ സജീവമായി, താങ്കളെ സോണിയാഗാന്ധി വിളിപ്പിച്ചു, മന്ത്രിസ്ഥാനം സംസാരിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അധിക കാലമൊന്നും ഇത്തരം ചർച്ചകൾ മൂടി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ താങ്കളും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നോ? ഞങ്ങൾ തമ്മിൽ 2 തവണ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. 2 തവണ? അതാണോ ഇത്ര വലിയ ചർച്ച? എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ ഞങ്ങൾ സംസാരം നടന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ സംസാരിക്കാതൊന്നും ഇരുന്നിട്ടില്ല. ഈ സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും പാർട്ടിയോട് ആലോചിച്ചല്ല നടക്കുന്നതെന്ന് കടുത്ത വിമർശനം ഉണ്ടായിരുന്നു. സർക്കാർ പാർട്ടി ഏകോപന സമിതി ശക്തിപ്പെടുത്താനായി ഹൈക്കമാൻഡ് ഇടപെട്ട് തീരുമാനം ഉണ്ടായിരുന്നു. ക്യാബിനറ്റിന് മുമ്പ് താങ്കളും പങ്കെടുക്കുന്ന യോഗം വേണം, അങ്ങനെയൊക്കെ നടന്നിരുന്നോ? പാർട്ടി ഏകോപന സമിതി, സർക്കാർ ഏകോപന സമിതി നിരന്തരമായി കൂടിക്കൊണ്ടിരുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു അവിടെ. പിന്നെ ചില കാര്യങ്ങൾ ആലോചിക്കുന്നുള്ള പരാതി എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പാർട്ടി ഗവൺമെൻറ് ഏകോപന സമിതി വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്നു. അത് വളരെ ഗുണകരമായ ഒരു മാറ്റം തന്നെയായിരുന്നു. ഇന്ന് താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ പറഞ്ഞു, രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനത്തിൻ്റെ പിതൃത്വം NSSന് വേണ്ട എന്ന്. NSSുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സമുദായ സംഘടനകളോടും സമുദായ നേതൃത്വത്തോടും ഒക്കെ എനിക്കെന്നും നല്ല ബഹുമാനം തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് NSS ജനറൽ സെക്രട്ടറിയോടും NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടും എനിക്ക് വളരെയധികം ബഹുമാനവും ആദരവുമാണ് എനിക്കുള്ളത്. ഞാൻ അവരൊക്കെ ആർക്കും ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ താങ്കളെ വ്യക്തിപരമായിട്ട് വല്ലാതെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ആളാണ് SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതെന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞാൻ അദ്ദേഹത്തിന് ഒരു മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അതുകൊണ്ടല്ല ഒരു പൊതു സമീപനം ഞാൻ എടുത്തിരിക്കുന്നത്. സമുദായ സംഘടനകളും അവരുടെ നേതാക്കന്മാരും പല അഭിപ്രായങ്ങളും ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പം അതിനെല്ലാം നമ്മൾ കയറി മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊരു ശരിയുമല്ലത്. പക്ഷേ എപ്പോഴും അവർ വ്യക്തിപരമായിട്ട് ഇത്ര അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ മിണ്ടാതെ സഹിച്ച് കടിച്ചു പിടിച്ചിരിക്കാനായിട്ട് താങ്കൾ അത്ര വിശാല മനസ്സുള്ള ആളായതുകൊണ്ട് അതൊക്കെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കുമല്ലോ ഉള്ളത്. എൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ ഉരുളക്കുപ്പേരി മറുപടി കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലെന്ന് കാത്തു വെച്ച് പണി കൊടുക്കുന്ന സ്വഭാവമുണ്ടോ? അറിയാമല്ലോ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല, അറിയാമല്ലോ. അല്ല, കാത്തു മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് പിന്നെ പണി കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം എല്ലാം ക്ഷമിച്ചു വിടുകയാണ്. കാരണം നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ആലോചിക്കണം. KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയിൽ നിന്നുകൊണ്ട് ഞാൻ ഇറക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ പറയുന്ന ഒരു വാക്ക്, അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളെ വിമർശിക്കുന്ന ആളുകളോട് പോലും നമ്മൾ തിരിച്ചൊരു വിമർശനം നടത്താത്തത് എൻ്റെ ദൗർബല്യം കൊണ്ടല്ല, അത് എൻ്റെയും പാർട്ടിയും പാർട്ടി പ്രവർത്തകരെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. എൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ പക്വത ഞാൻ ആ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി പുതിയ ഒരാൾ വരും. മലബാറിൽ നിന്നൊരാൾ KPCC പ്രസിഡന്റായിട്ട് ഒരുപാട് വർഷമായെന്ന് 2-3 ദിവസമായിട്ട് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു. മലബാറിൽ നിന്നൊരാൾ വേണോ KPCCയിൽ? KPCC പ്രസിഡന്റിൻ്റെ തീരുമാനം കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ തീരുമാനമാണ്. അത് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് അന്തിമമായി എടുക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റാണ്. എന്ന് വെച്ചാൽ മലബാറിൽ നിന്നൊരാൾ വേണമെന്നോ വേണ്ടെന്നോ താങ്കൾക്ക് എന്താണ് വ്യക്തിപരമായ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ഈ ഏഷ്യാനെറ്റ് ന്യൂസിലല്ല പറയേണ്ടത്. അത് ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് എന്നോട് ചോദിക്കുമ്പോൾ പറയേണ്ട കാര്യം. അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അഭിപ്രായം പറയും. KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൽ സംഘടനയിൽ ഇപ്പോൾ നിലവിലുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിട്ടാണോ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്, അതോ അവിടുന്ന് ഒരു തീരുമാനം വരികയാണോ? അത് ഹൈക്കമാൻഡിൻ്റെ ഇഷ്ടാനുസരണം ചെയ്യാൻ കഴിയുന്ന കാര്യം. ചിലപ്പോൾ ചോദിക്കും, ചിലപ്പം അവരുടെ അസസ്മെൻറ്റ് അവർക്ക് ചെയ്യാവുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ പ്രസിഡന്റ് എന്തായാലും ചുമതലയേൽക്കും എന്ന് ഉറപ്പാണല്ലോ. തീർച്ചയായിട്ടും 2-3 സ്ഥാനങ്ങൾ ഒന്നിച്ച് താങ്കൾ വഹിക്കാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, ഒരിക്കലും. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയമുണ്ടായാലും പരാജയമുണ്ടായാലും അതിന്റെ ഉത്തരവാദിത്തം പുതിയ KPCC പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും മാത്രമായിരിക്കുമോ, അതോ ഇത്രകാലം പാർട്ടിയെ നയിച്ച രമേശ് ചെന്നിത്തലയുടെ ഉത്തരവാദിത്തം എന്തായിരിക്കും? കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും വിജയത്തിന്റെ കാര്യത്തിലും പരാജയത്തിന്റെ കാര്യത്തിലും ഉത്തരവാദിത്തമുണ്ട്. അത് ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഈ 9 വർഷം KPCC പ്രസിഡന്റായി പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരാളെന്ന നിലയ്ക്ക് താങ്കളുടെ ഉത്തരവാദിത്തം അതിലെന്തായിരിക്കും? എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോറ്റിട്ടില്ല. ഈ കഴിഞ്ഞ നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയുമല്ല, 2014 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ
UDF വൻ വിജയം നേടും, ഒരു സംശയമുണ്ട് കാര്യത്തിൽ. കാരണം ശരശയ്യയിൽ കിടക്കുന്ന ഒരു പാർട്ടിയായി CPM മാറിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളുടെ മുമ്പിൽ ഒരു അജണ്ടയും മുന്നോട്ട് വെക്കാനില്ല. നടത്തിയ എല്ലാ സമരങ്ങളും പരാജയപ്പെട്ടു. ജനമധ്യത്തിൽ അവർക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരു മുന്നണിക്കൊന്നും ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ജനങ്ങൾ ഞങ്ങളോട് പരിഭവം ഉണ്ടാവും, ഞങ്ങൾ ഭരണത്തെപ്പറ്റിയും മറ്റു ഒക്കെ പരിഭവം ഉണ്ടാവും. ഞങ്ങൾ UDF ഒറ്റക്കെട്ടായി കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ ഒരു സംശയവും വേണ്ട, 2014 തെരഞ്ഞെടുപ്പിൽ 2009 സാഹചര്യം തന്നെ ഉണ്ടാകും. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചില കേസുകളിൽ CPM-ഉമായി ഒരു ധാരണ ഉണ്ടാക്കിയെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ, മുതിർന്ന നേതാക്കൾ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ താങ്കളാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ. ആരോപണങ്ങൾ ഉയർന്ന അത്തരം കേസുകൾ പുനഃപരിശോധിക്കാൻ തയ്യാറാകുമോ? അല്ല, അത്തരത്തിലുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. അത് ആരെങ്കിലുമൊക്കെ, പക്ഷേ നേതാക്കന്മാരാരെങ്കിലും പറഞ്ഞായിട്ട് എനിക്കറിയത്തില്ല. അതായത് ആ കേസുകൾ പുനരന്വേഷിക്കില്ല? അല്ല, അത് പരിശോധിക്കട്ടെ. ഞാൻ പരിശോധിക്കുമോ? അല്ല, ഞാൻ അങ്ങോട്ട് കയറി ഇന്ന് പോലും ഇല്ല. നിങ്ങൾ ആദ്യം എന്നെ വിളിച്ചതുകൊണ്ട് ഇങ്ങോട്ട് ഓടി വന്നതേ ഉള്ളൂ. അതിനൊക്കെ സമയമുണ്ട്, വരട്ടെ. വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കാൻ തയ്യാറായ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് വളരെയധികം നന്ദി. നമസ്കാരം.